ഇവിടെ ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് വരുന്ന ആ ഒരു പരിപാടി സ്പോൺസർ ചെയ്യാൻ സ്പോൺസേഴ്സ് ക്യൂ നിൽക്കുമായിരുന്നു. പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇന്ത്യൻ സൂപ്പർ ലീഗ് മാത്രമല്ല, ഇന്ത്യയിലെ സെക്കൻഡ് ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള ഐ ലീഗ് സ്പോൺസർ ചെയ്യാനും ഇവിടെ ആരുമില്ല. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് സ്പോൺസർ ചെയ്യാനും സെക്കൻഡ് ഡിവിഷൻ ലീഗ് സ്പോൺസർ ചെയ്യാനും ആരുമില്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ കുറേ അവന്മാരുടെ പിടിപ്പുകേടുകളും പിന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ യഥാർത്ഥ ക്രിമിയായിട്ടുള്ള രഞ്ജിത്ത് ബജാജിൻ്റെ വാക്ക് കേട്ടിട്ട് ഈസ്റ്റ് ബംഗാൾ നടത്തുന്ന കൊണയും അങ്ങനെ ചില അവന്മാരെല്ലാം കൂടെ നശിപ്പിച്ച് ഇന്ത്യൻ ഫുട്ബോളിന് നാദിനില്ല കളറിയാക്കിയിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം മര്യാദയ്ക്ക് പോകത്തില്ല എന്നുറപ്പായിട്ടുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത് ഒരു സ്പോൺസറാണ്. ആ ഒരു സ്പോൺസറെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. അതേസമയം പഴയ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറിയും ഡൽഹി ഫുട്ബോൾ അസോസിയേഷൻ്റെ തലതൊട്ടപ്പനൊക്കെ ആയിട്ടുള്ള ഷാജി പ്രഭാകരൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പറയുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുറത്തു നിന്നുള്ള ഒരു എൻറ്റിറ്റി വന്നിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സൊല്യൂഷൻ നമുക്ക് മുന്നിലേക്ക് വരും, ഇവിടുത്തെ ലീഗും കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് പറയുന്നത്. ഇവന്മാരുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് എന്നതിനപ്പുറത്തേക്കൊന്നും നടക്കുന്നില്ല. ഇവിടെ ഇന്ത്യൻ ഫുട്ബോൾ പ്രതിസന്ധി നടക്കുന്ന സമയത്ത് മറ്റവൻ കല്യാൺ ജോബെ ഞാൻ ഒരുപാട് ബുക്ക് അടിച്ചിട്ടുള്ളതാണ് പുള്ളിയെ. അങ്ങേര് ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിട്ടുണ്ട്. സോ യുവമാർക്കാർക്കും ഒരു ഉത്തരവാദിത്വ ബോധം ഇല്ലാതെ സ്വന്തം എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും അഴിമതിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദ ലീഗ് ഈസ് ടോട്ടലി പത്തറ്റിക് എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താൻ പുറത്തുനിന്നൊരു എൻറ്റിറ്റി ഒരു രക്ഷാമാർഗമായിട്ട് വരുമെന്ന് ഷാജി പ്രഭാകരൻ പറഞ്ഞിട്ടുണ്ട്. അത് പുള്ളിയുടെ വാക്കാണ്. നമ്മൾ ഒരുപാട് പേരുടെ വാക്ക് കേട്ട് വിശ്വസിച്ചുകൊണ്ട് വലുതായിട്ട് തള്ളാൻ നിൽക്കുന്നില്ല. നടക്കുമെന്ന് പുള്ളി പറഞ്ഞു, നടന്നാൽ കൊള്ളാം. ഐ ലീഗിനും ISL-നും. പക്ഷേ ഇതുവരെ സ്പോൺസറെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം.